ഇന്നേ എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. നല്ല ഒന്നാന്തരം മഷ്റൂം കറിയാണ്. നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ കേട്ടോ. നമ്മുടെ വീടിനടുത്തൊന്നും തന്നെ കിട്ടിയതാണ്. അപ്പോൾ അതേ ഒരു പാത്രം എടുത്ത് വെക്കുന്നുണ്ട്. അതിനകത്തേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. പിന്നെ ദേ ചെറിയ ഉള്ളിയാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞതാണ് അതിട്ട് കൊടുത്തിട്ട് അതിലേക്ക് കറിവേപ്പില, പച്ചമുളക്, ഒരു പച്ചമുളക് എരിവിനനുസരിച്ച് നമ്മൾ 3 എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണേ. ഇനി നമുക്കിതിനകത്തേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് മുളക് പൊടി, അതൊന്ന് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തത്. പിന്നെ കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ തക്കാളിയാണ് എടുത്തത്. ഒരു തക്കാളി മീഡിയം സൈസ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുവാണേ. ഇനിയിപ്പോൾ സൈഡിലേക്ക് തന്നെ ഒന്ന് ഒതുക്കിയിട്ടിട്ട് ഒരു ചെറിയ പിടി തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഇച്ചിരി ആ മസാലയും കൂടെ ചേർത്തൊന്ന് വറുത്തെടുത്തോട്ടെ. നമുക്കിതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മാറ്റുന്നുണ്ട്. ബാക്കിയുള്ള മസാലയ്ക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മഷ്റൂമും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഷ്റൂമിന് ആവശ്യത്തിന് വെള്ളം ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ നമ്മൾ ചതയ്ക്കുന്നതിനകത്ത് വലിയ ജീരകം, കറുവാപ്പട്ട, ഗ്രാമ്പു, സ്റ്റാർ എല്ലാം കുറഞ്ഞ അളവിലാണ് ഇടുന്നത്. അതെല്ലാം ചേർത്ത് അരച്ചെടുക്കണം. നോക്ക്, മഷ്റൂമിന് ഇത്രയും വെള്ളം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അരച്ചെടുത്ത് വെച്ചില്ലേ, അതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കറി ഇത്രയേ ഉള്ളൂ സംഭവം. കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുക. നമുക്ക് ഗ്രേവി എത്രത്തോളം തിക്ക് വേണോ അതനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാമേ. അപ്പോൾ വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കറി ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ താളിച്ചൊഴിക്കുക. ഭയങ്കര സിമ്പിളാണ്, പക്ഷേ ടേസ്റ്റ് അൾട്ടിമേറ്റ് ആണ്. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. ചപ്പാത്തിയുടെ കൂടെയോ ഇനി അരിപ്പത്തിരിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ എല്ലാത്തിൻ്റെ കൂടെയും പോവും. നമ്മൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയ നല്ല സോഫ്റ്റ് ചപ്പാത്തിയുടെ കൂടെയാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. ബൈ.